ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നാളെ സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്നല്ലേ, നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള കടലുണ്ടിയിലുള്ള കടിങ്ങീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിറയെ കണ്ടൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന കായലോരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വീടാട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഞാനും എൻ്റെ ഫാമിലിയും കൂടിയാണ് പോകുന്നത്. കേട്ടതും ആദ്യം തന്നെയാണ്. അപ്പം അമ്മയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വെച്ചത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാ കാണുന്ന ചെറിയ വീടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. പുഴയുടെ അടുത്ത് തന്നെയുള്ളതുകൊണ്ട് നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ. അത് മാത്രമല്ല, ഈ ഹോം എന്ന് പറയുന്നത് അടിപൊളി വിൻറ്റേജിലാണ് വരുന്നത്, വിൻറ്റേജ് ലുക്കിലാണ് വരുന്നത്. അപ്പം ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ആമിക്കുട്ടി ആദ്യം തന്നെ ഉറങ്ങിയിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെയാണ് പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുടയും വടയും റെയിൻകോട്ടും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എങ്ങനെ മഴയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റാതെ ആവരുതല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ കുടയും കുട്ടികളുടെ റെയിൻകോട്ടൊക്കെ എടുത്ത് പോകുന്നത്. നമ്മുടെ കൂടെ 4 പിള്ളേരുണ്ട് കേട്ടോ. ആമി അടക്കം, ആമി, അല്ലൻ, കണ്ണൻ, അമ്മു, അങ്ങനെ 4 പേരാണുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ട് സർവീസും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ കഷ്ടകാലം എന്ന് പറയുന്നത് നമുക്ക് റെഡ് അലേർട്ടാണ്. ഇന്നും നാളെയും റെഡ് അലേർട്ട് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഉച്ച വരെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ മഴയത്തൊന്നും നമുക്ക് പുഴയിൽ പോയിട്ട് ബോട്ടിൽ റൈഡ് ചെയ്യാനൊന്നും പറ്റില്ല. സോ നമ്മൾ അതെന്താണെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കടിങ്ങീസ് ഇക്കോ ടൂറിസം. അവിടെ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. സീ ഫുഡ്, അതുപോലെ തന്നെ ഹോം സ്റ്റേ, ബോട്ട് സർവീസ് എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു വില്ലേജാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു വില്ലേജ് ലൈഫാണ്. അതായത് ഒരുപാട് മുന്നേ ഞാനൊരു 90s കിഡാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്താണോ നഷ്ടമായത് ആ ഒരു ലൈഫാണ് നമ്മളിപ്പോൾ സ്റ്റിൽ നമ്മളത് എടുക്കാനാണ് പോകുന്നത്. അതായത് നമ്മൾ ആ ഒരു ലൈഫിലേക്ക് തന്നെയാണ് റിട്ടേൺ പോയോണ്ടിരിക്കുന്നത്. ഒരു ഓടിട്ട വീടും കായലോരം ചേർന്നിട്ടുള്ള വീടാണ്. അതുപോലെ തന്നെ ഒരുപാട് ചെടികളും ഹട്ടൊക്കെ ആയിട്ടുള്ള അടിപൊളി ആംബിയൻസ് ആട്ടോ ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സൊക്കെ അങ്ങോട്ട് നിറഞ്ഞു. അതായത് അത്രയും ഹാപ്പിനെസ്സാണ് കേട്ടോ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ബോട്ടൊക്കെ സൈഡിൽ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ബോട്ടാണ്, പക്ഷേ കഷ്ടകാലമാണെന്ന് പറയാം. നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല, മഴ ആയത് കാരണം നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. ആമിക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഒരു കാര്യം എന്ന് വെച്ചാൽ, മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. മുറ്റമൊക്കെ ആണെങ്കിലും കേടൊന്നുമില്ലാതെ, എങ്ങനെ വീണാലും നമുക്ക് കേടില്ലാതെ അവരെങ്ങോട്ട് കിട്ടും. ഈ റാന്തൽ വിളക്കൊക്കെ കണ്ടപ്പോൾ അടിപൊളി, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഓൾറെഡി ഞാൻ ഈ ഒരു വില്ലേജ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ആംബിയൻസും കൂടി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ, അമ്മ ഉണ്ട്. അതുപോലെ തന്നെ ചേച്ചി, ലയന, ഹരിത, ബാക്കി നമ്മുടെ ടീമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം വന്നതാണ് ഇങ്ങോട്ട് 11 മണിക്കായിരുന്നു, അല്ല 3 മണിക്കായിരുന്നു നമ്മുടെ ചെക്കിൻ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം 4:30-5 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു. ഒരു ഉച്ച വരെ, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെ അടിപൊളി മഴയായിരുന്നു പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൈം വരെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇന്നത്തെ കാര്യം ഏകദേശം ഗോവിന്ദ ആയിരിക്കും എന്ന്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് മാറി നിന്നതായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് അങ്ങോട്ട് മഴയില്ലാതെ തന്നെ അങ്ങോട്ട് എത്താൻ പറ്റി. പിന്നെ ബോട്ട് സർവീസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വിഷമമായി. ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മക്കളെയൊക്കെ ഒന്ന് ബോട്ടിൽ കയറ്റിയിട്ട് അതിനകത്ത് എടുത്തിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ റെഡ് അലേർട്ട് എന്നൊന്നും പറയുകയാണെങ്കിൽ അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല. സോ അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ബോട്ടിലൊന്ന് കയറ്റിയിട്ട് ജസ്റ്റ് ആ ബോട്ടൊന്ന് കെട്ടൊന്ന് ലൂസാക്കി വിട്ടിട്ട് കുറച്ച് അങ്ങോട്ട് കായലിലേക്ക് നീക്കിയിട്ടു. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ആമിക്കുട്ടിയൊക്കെ ഇരുന്ന് നന്നായി ചിരിക്കുന്നുണ്ട്. അവൾക്ക് ഒരുപാട്, അതായത് അവർ ഈ കാർട്ടൂണൊക്കെ കാണുമ്പോൾ മുതല, പുഴ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു തോട്ടാണ് അവരുടെ ഉള്ളിൽ വരുന്നത്. ഇതിനകത്ത് മുതലുണ്ടാവുക, മീനുണ്ടാവുക, അങ്ങനെയൊക്കെയാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു കുഞ്ഞാഗ്രഹം നമ്മൾ ഇതിനകത്ത് കൂടി സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അവർ ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ആമിക്കുട്ടിയും കണ്ണനും അമ്മും എല്ലാവരും കൂടി ഊഞ്ഞാലൊക്കെ ആടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ് കേട്ടോ.
ഒരു എന്താ പറയുക ഗ്രാമീണത എടുത്ത് കാണിക്കുന്ന അവരുടെ കുക്കിംഗ് ചാനലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആലപ്പുഴ ലൊക്കേഷനാണ് അവർ കാണിക്കാറുള്ളത്. അതൊക്കെയാണ് എനിക്കിങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ നമുക്കും അങ്ങനെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാട്ടോ നമുക്ക് സ്റ്റേ കിട്ടുന്നത്. അതായത് ഒരു വീടാണ്, 2 ബെഡ്റൂമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ അവർ അഡീഷണൽ നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് ഒരു 10 പേഴ്സൺസ് വരെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 10 പേഴ്സൺസൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ അവർ പറയുന്ന ഒരു റെൻറ്റ് നമുക്ക് എന്താ പറയുക ഷെയർ ഇട്ടുകയാണെങ്കിൽ കൂടി ബിലോ 1000 റേഞ്ചിൽ നമുക്ക് ഒരാൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് അത്. സോ എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, അതായത് മലപ്പുറം ജില്ലയിലെ ആൾക്കാർ വില്ലേജ് ലൈഫ് ഇഷ്ടമുള്ളത്, അതായത് സ്പെഷ്യലി എടുത്ത് പറയുന്നത് വിൻറ്റേജ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇത് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഒന്ന് ഇതിനെ പറ്റിയിട്ട് ആലോചിച്ച് ചിന്തിച്ചിട്ടൊക്കെ ഒന്ന് ചെയ്യുക. അതായത് സ്റ്റേക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പുറപ്പെടാം കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്രയും കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ. മക്കളാണെങ്കിലും അതുപോലെ ഹാപ്പിയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു റീലൊക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. 4-5 ആൾക്കാരും കൂടി കൂടിയിട്ട്. പിന്നെ ചേച്ചി കുറച്ച് ബാക്കിലേക്ക് നിന്നപ്പോൾ ചേച്ചീനെ ക്യാമറമാനൊക്കെ ആക്കി നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു പന്തൽ ഇഷ്ടമായി, നല്ല ഇഷ്ടമായിട്ടോ. മുല്ലപ്പന്തൽ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഗ്രീനായിട്ടുള്ളൊരു സ്ക്വയറിൽ ചെയ്തൊരു പന്തൽ. ഇതിനകത്ത് കൂടി പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ എടുത്ത് പറയേണ്ട സംഭവം. നമ്മളതിനകത്ത് കൂടി പുറത്തെത്തുമ്പോൾ ഈ കായലും കൂടി കാണുമ്പോൾ ഒന്നും പറയണ്ട. പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്കിവിടെ ഗ്രില്ല് ചിക്കൻ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി വരെ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്താ പറയുക ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നൈറ്റ് വൈബിൽ ഇവിടെ നിന്ന് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ പരന്ന് കിടക്കുന്ന പുഴയാണ്, കടലുണ്ടി പുഴയാണ്. ട്രെയിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വോയിസൊക്കെ നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും. പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ സ്വർഗത്തിലാണ് എന്ന് പറയുന്നൊരിത്. സ്വർഗത്തിലോ എന്നുള്ള സോങ്ങൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പ്രജിയേട്ടൻ ബോട്ടിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. ഞങ്ങളൊരു കട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ആംബിയൻസിലേക്ക് ഒരു കട്ടൻ ഇല്ലാതെ എങ്ങനെയാണ് പറ്റുക എന്നുള്ളത്. പിള്ളേരിവിടെ കാക്കകളെ തീറ്റുന്ന തിരക്കിലാണ്. ഇപ്പോഴാണ് ആ ചൊല്ലിൻ്റെ ആ ഒരു പ്രായോഗികത എനിക്ക് മനസ്സിലാകുന്നത്. അതായത് അരി എറിഞ്ഞാൽ 1000 കാക്ക ഉണ്ടല്ലോ. പിള്ളേർ ഇവിടെ ലേസും ചിപ്സും എല്ലാം എറിഞ്ഞു കൊടുത്തിട്ട് കാക്കകളെയൊക്കെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. 4 പേരും കൂടി ഇതൊരു കാക്കക്കൂടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉമ്മറത്തിരുന്നിട്ട് കുറച്ച് നേരം സംസാരിക്കാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ നൈറ്റ് ആയാലും ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ പരിപാടികളുണ്ട്. ആ ലൈറ്റും കൂടി ഇട്ടാൽ നമുക്ക് നന്നായിട്ട്, അതായത് ഒരു ട്രിപ്പ് മോഡിലേക്ക് നമ്മൾ കൺവേർട്ട് ആവും. അതുപോലെ തന്നെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അടിപൊളി ഒരു സ്പീക്കർ ഉണ്ട് ഇവിടെ. അപ്പോൾ കുട്ടികളൊക്കെ പാട്ടിട്ടിട്ട്, അതായത് ഓരോരുത്തർക്കും ഓരോന്നാണ് പ്ലേലിസ്റ്റ്. ആമിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ടെന്ന് പറഞ്ഞത് ഇലുമിനാണ്ടി കേട്ടോ. അതിനു വേണ്ടി അലൻ പറയും മമ്മട്ടിക്ക എന്നുള്ള പാട്ട് മതിയെന്ന്. കണ്ണന് വേറെ പാട്ടാണ് ഇഷ്ടം. അങ്ങനെ 4 വഴിക്കാണ് പാട്ടിൻ്റെ കാര്യത്തിൽ പോകുന്നത്. എനിക്കാണെങ്കിൽ എത്ര എടുത്തിട്ടും മതിയാവാത്തൊരു വിഷ്വലാണ് കേട്ടോ ഇത്. അതായത് 2 ബോട്ടും ചേർന്ന് കിടക്കുന്ന ഒരു കായലിന് ഞാൻ പിന്നെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടു, ഇവിടെയൊക്കെ എടുത്തു നിന്നിട്ട് ഞങ്ങൾ ഒരുപാട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയമാണിത്. അതായത് ഒരു മഴക്കാലമായി പോയി എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. പക്ഷേ ക്ലൈമറ്റ് എന്തുകൊണ്ട് ഈ ഒരു വിൻറ്റേജ് ലുക്കിലേക്ക് ഓക്കെയാണ് കേട്ടോ. അമ്മുക്കുട്ടിയും അമ്മമ്മയും കൂടി ഇവിടെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മമ്മ അത്യാവശ്യം നന്നായിട്ട് എനർജിയിൽ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. അമ്മുക്കുട്ടീൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും കേട്ടോ അമ്മമ്മ. അങ്ങനെ അവർ രണ്ടുപേരും നന്നായിട്ട് അധ്വാനിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഇവിടെ നോക്കുകുത്തികൾ. ആമിക്കുട്ടിയാണെങ്കിൽ ഇവിടെ ഒരു കുടയും പിടിച്ചിട്ട് മുഖം ഞാൻ കാണിച്ചു തരില്ല എന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത് കേട്ടോ. എത്ര കുടകളാണ് കേടെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങളൊരു പ്രശ്നം വേണ്ട വെച്ചിട്ട് കണ്ണൻ്റെ എല്ലാ കുട എടുത്തിട്ടാണ് വന്നത്. കാരണം 4 പിള്ളേർക്ക് 4 കുട വേണമല്ലോ. സോ കുടയെല്ലാം പെറുക്കി വന്നു. പിന്നെ ഇവിടെ ലൈനി ഹരിതി നന്നായി ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം,
നിങ്ങളൊന്ന് മൈൻഡ് റിലാക്സ് ആക്കാൻ അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആപ്റ്റായിട്ടുള്ളൊരു പ്ലേസാണ് ഈ കടിങ്ങി ഹോം സ്റ്റേ എന്ന് പറയുന്നത്. അധികം ദൂരമില്ല, അതായത് മലപ്പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അധികം ദൂരമില്ല, അതുപോലെ കോഴിക്കോടുള്ള ആൾക്കാർക്കാണെങ്കിലും ഓക്കെ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ അവർ ഫുഡ് നമുക്ക് പറയുന്ന ഫുഡ് അവർ ഹോട്ടലിൽ നിന്നാണെങ്കിലും നമുക്കത് കൊണ്ടുതരും. അപ്പോൾ നമ്മൾ എന്ത് ഫുഡാണോ പറയുന്നത് അത് നമുക്ക് കിട്ടും. സോ അതിൻ്റെത് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ബിലോ 1000 എന്ന് പറഞ്ഞത് കേട്ടോ. നൈറ്റ് മോഡിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഡാൻസും കാര്യങ്ങളാട്ടോ. ഫുഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡാൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിള്ളേരാണെങ്കിൽ നല്ല ആക്റ്റീവാണ് കേട്ടോ. മുറ്റമൊക്കെ നിറയെ മണലാണ്, അതായത് പുഴയോരെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതായത് മുറ്റമൊക്കെ നല്ല മണൽ വിരിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നേരം വെളുത്തു കേട്ടോ. നേരം വെളുത്തപ്പോൾ ഉള്ളൊരു വിഷ്വലാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അത്ര കാമൻകായിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊക്കെ വീഡിയോ എടുത്തു. പിള്ളേരൊന്നും എണീറ്റ് വരുന്നില്ല, അതായത് അവരൊക്കെ കുറച്ച് നേരം വൈകിയത് കാരണം ലേറ്റായിരുന്നു. അങ്ങനെ ആമിക്കുട്ടീനെയും കൊണ്ട് അമ്മ വന്നിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നൈറ്റിൽ കിടന്ന വേഷമാണ് കേട്ടോ അപ്പോൾ അവരിട്ടിട്ടുള്ളത്. അങ്ങനെ അവർ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഓരോ കട്ടനൊക്കെ കുടിച്ച് 11 മണിക്കാണ് നമ്മുടെ ചെക്കൗട്ട് വരുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്നുള്ള ധാരണയായിട്ടുണ്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോരോ പരിപാടികൾ, കല്യാണം, അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. സോ നമ്മളിങ്ങനെ എന്താ പറയുക, അവിടെ പാലത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അവർ വല വീഴുന്നതൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ വല വീശുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിനകത്ത് ഓൾമോസ്റ്റ്, അതായത് പാടത്തും പുഴയിലൊക്കെ പോയിട്ടുള്ള ഓരോരോ വീഡിയോസിലും നമ്മൾ ഈ പുഴയിൽ വല വീഴുന്ന 2-3 വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണുമ്പോൾ ഞാൻ അപ്പോൾ ക്യാമറയും തുറന്ന് വെച്ചിരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ അങ്ങനെ വാച്ച് ചെയ്യുന്ന നേരത്തെ തന്നെ ഇവിടുന്ന് ഫുഡിന് വേണ്ടിയിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം പോവാതെ തന്നെ അടുത്ത് തന്നെയാണ് നമ്മുടെ ടൗണ് കിടക്കുന്നത്. അതായത് ആ പാലം കയറി ഇറങ്ങി വണ്ടി എടുത്ത് പോയാൽ അടുത്ത് തന്നെ ഉള്ളത് കോട്ടക്കടവ് ടൗണാണ്. അവിടുന്ന് നമുക്ക് വേണ്ട ഫുഡ് അവൈലബിൾ ആണ്. ഇവിടെ പിള്ളേരെല്ലാം നല്ല കസർത്തിലാട്ടോ. എല്ലാവർക്കും ആളും ഓരോ കുടയൊക്കെ ഉണ്ട്, അതൊക്കെ പിടിച്ച് കളിയോട് കളിയാണ്. അങ്ങനെ ഫുഡൊക്കെ വന്നു. നല്ല മഴയായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്തെ കേട്ടോ. ഫുഡ് നമുക്ക് അത്യാവശ്യം എല്ലാ ഫുഡ് അവൈലബിൾ ആയിരുന്നു. പുട്ട്, പൊറോട്ട, ചപ്പാത്തി, വെള്ളപ്പം, മസാല ദോശ എല്ലാം അവൈലബിൾ ആയിരുന്നു. പിന്നെ ചായ ഇടാൻ അല്ലെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഏരിയ നമ്മൾ ഈ പറയുന്ന സ്റ്റേ, അതായത് ഹോം സ്റ്റേയിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ചായ ഇടാനൊക്കെ കഴിയും. നമ്മൾ അവിടെ നിന്ന് തന്നെ ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ രാവിലെ നീറ്റ സമയത്തിന് നല്ല മഴയായിരുന്നു. ആ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ഇരുന്ന് ചായ കുടിക്കാനൊക്കെ ഒരു പ്രത്യേക വൈബായിരുന്നു. അങ്ങനെ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓരോരുത്തർ പാക്കായിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇനിയും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ എന്താ പറയുക, ഫ്രഷ് ആയതിന് ശേഷം തിരിച്ച് പോവുകയാണ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ തന്നെ ആമിക്കുട്ടി നേരത്തെ തന്നെ മാമൻ്റെ കൂടെ പോയിട്ടോ, മാമൻ്റെ കാറ് കയറി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മളിവിടെ എന്താ പറയുക കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പോകുന്നത് ഇങ്ങനെ കാണിച്ചിട്ട് ഞാനിതിങ്ങനെ നിർത്തും. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു വിൻറ്റേജ് ലുക്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു ദിവസമൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. എന്താണ്, ഞാൻ എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കടിങ്ങീസ് ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഒന്നും ആലോചിക്കേണ്ട, ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണ് കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. കൂടാതെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഓക്കെ.